ദീപക്, ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് തൊഴിലാളികളല്ല, എഞ്ചിനീയേഴ്സും മറ്റ് ജീവനക്കാരുമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അദീല അബ്ദുള്ള പറയുന്നത്. ഇപ്പോൾ 6 പേർ, പരിക്കേറ്റ ആശുപത്രിയിലുള്ള 6 പേർ ആരൊക്കെയാണ് എന്നതിൽ നമുക്ക് സ്ഥിരീകരണം വേണ്ടതുണ്ട്. അതോടൊപ്പം ദീപക്, ഇപ്പോൾ ആ തുരങ്കപാതയുടെ മുൻവശം കാണാനാകുന്നുണ്ടോ? എന്താണ്, അവിടേക്കും മണ്ണ് വന്ന് മൂടിയിരിക്കുകയാണോ? എന്താണ് അവിടുത്തെ കാഴ്ച? ടോണി, സ്മൃതി, ഞാൻ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കൂടുതൽ വ്യക്തത വരും. ആ കാണുന്ന ടോണി കുറച്ച് പിൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി ദൃശ്യങ്ങൾ വ്യക്തമായി കാണിക്കാവുന്നതാണ്. ആ തുരങ്കപാതയുടെ മുൻഭാഗം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തിന് തൊട്ട് പിൻഭാഗത്തുള്ള 2 JCBയുടെ കൈകൾ കാണാം. ആ കൈകൾക്ക് തൊട്ട് പിൻഭാഗത്തായി മരങ്ങൾ വീണ് കിടക്കുന്നത് കാണാം. ആ ഭാഗത്തായാണ് തുരങ്കപാതയുടെ കവാടം ഉണ്ടായിരുന്നത്. ആ കവാടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം 700 മീറ്ററോളം നീളത്തിൽ മണ്ണ് നീക്കി അവിടെ പാറ തുറക്കുവാനുള്ള ബ്ലാസ്റ്റിംഗ് നടപടികൾ ആരംഭിച്ചത്. ആ മണ്ണ് നീക്കിയ സ്ഥലത്തേക്കുള്ളതിന് ചുറ്റുഭാഗത്ത് ചെരിവുണ്ട്, വലിയ ചെരിവുണ്ട്. ആ ചെരിവുള്ള ഭാഗമാണ് ഈ മണ്ണിടിയാതിരിക്കുവാൻ വേണ്ടി ഇവർ ഇത്തരത്തിൽ കോൺക്രീറ്റ് ഭിത്തികൾ കെട്ടിയത്. കോൺക്രീറ്റ് ഭിത്തികൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബെൽറ്റ് ഉപയോഗിച്ച് വളരെ ബലമായ രീതിയിൽ നിർമ്മിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു മണ്ണിടിയുന്നതിന് സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും അവിടെ ആയിട്ടാണ് ഈ തുരങ്കപാതയുടെ എൻട്രൻസ് കവാടം. അതാണ് ദീപക് ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ തുരങ്കപാതയുടെ മുൻവശമാണ്. അവിടേക്ക് മണ്ണിടിഞ്ഞു വീണതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അവിടെയും ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിൽ അശാസ്ത്രീയമായ കാര്യങ്ങൾ നടന്നിരുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ തെളിവുകളായി വരികയാണ്. ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത് ഈ പ്രോജക്റ്റ് ഓഫീസ് ഈ മണ്ണിനടിയിൽപ്പെട്ടു എന്നുള്ളതാണ്. ഈ പ്രോജക്റ്റ് ഓഫീസും മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു. ഓഫീസിൽ ഉദ്യോഗസ്ഥരുണ്ടായെന്ന സംശയം. അതാണ് നേരത്തെ അദീല അബ്ദുള്ളയും പറഞ്ഞത്. എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരുമാണ് അവിടെ ഉണ്ടായിരുന്നത്, തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നിർമ്മാണം ഇല്ലാതിരുന്നത് കൊണ്ട് തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. കണ്ടെയ്നറുകളിലും ഷെഡുകളിലും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഷെഡിലൊക്കെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഷെഡുകളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ദീപക്. മണ്ണിടിച്ചിലിൽ തുരങ്കപാതയുടെ ഭാഗം കവാടം അത് അടഞ്ഞു പോയിരിക്കും നമുക്ക് കാണാം. മണ്ണ് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. ഈ ഭാഗത്താണ് തുരങ്കപാത ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ മണ്ണ് എടുത്തു മാറ്റുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഈ പ്രോജക്റ്റ് ഓഫീസും ഈ മണ്ണിനടിയിൽ പെട്ടു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ളത്.